ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മൈ ചാനൽ. അപ്പോൾ ഇന്ന് വീണ്ടും നല്ലൊരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. 1500 സ്ക്വയർ ഫീറ്റിൽ ഇരുനിലകളിലായി നിർമ്മിച്ചിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ഇത്. അപ്പോൾ എന്തായാലും വീഡിയോ നമുക്ക് വിശദമായിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഈ വീടിൻ്റെ ഒരു ഫ്രണ്ട് എലിവേഷൻ. ഒരു സൈഡിലോട്ടായിട്ടാണ് സിറ്റ് ഔട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിലോട്ടായിട്ടൊരു വാൾ പ്രൊജക്ഷൻ കൊടുത്തിട്ടുണ്ട്. അവിടെ യെല്ലോ കളർ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ ഉള്ളത്. അതിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോ കളർ യൂസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടും ഈ ഭാഗത്തോട്ട് ഇങ്ങനെ ഒരു പ്രൊജക്ഷൻ വർക്കും, ആ ഒരു പ്രൊജക്ഷൻ്റെ സെൻറ്ററിലായിട്ട് 2 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. മുകളിലും താഴത്തുമായിട്ടാണ് 2 വിൻഡോസ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ വൈറ്റ് കളറിലൊരു ഗ്രൂവ് ഡിസൈനും കൂടെ അതിൻ്റെ ഇടയിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം തന്നെയാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ സിറ്റ് ഔട്ടിൽ നമുക്ക് വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷൻ കാണാൻ കഴിയും. അപ്പോൾ മൊത്തത്തിൽ ഈ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നല്ലൊരു കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. കുറഞ്ഞ സ്ക്വയർ ഫീറ്റിലൊക്കെ വീട് ഒരുക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് സ്വീകരിക്കാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്. അപ്പോൾ 1500 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. 2 നിലകളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരു മെത്തേഡിലൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് റെഫർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു ഗ്രേ കളറാണ് ഇവിടെ ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് ടൈല് യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് ഡോറ് മരത്തിലാണ് ചെയ്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറ് ഡബിൾ ഡോർ മെത്തേഡിലാണ് കൊടുത്തിട്ടുള്ളത്. ഇരുവശത്തായിട്ടും ഓരോ സിംഗിൾ വിൻഡോസും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ 2 ഫില്ലറുകളുണ്ട്. അപ്പോൾ ഫില്ലറിലും ഇവർ സിറ്റ് ഔട്ടിൽ ചുമരിൽ യൂസ് ചെയ്തിട്ടുള്ള അതേ ടൈലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്റ്റോണിൻ്റെ അതേ രൂപത്തിലുള്ള ടൈലാണ് കേട്ടോ ഇവർ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടാൽ നമുക്ക് ഒറിജിനൽ സ്റ്റോൺ ആണെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ആ ഒരു സ്റ്റോണിൻ്റെ ഫിനിഷുമാണ് ഇത് വരുന്നത്. ഒരു റഫ് ഫിനിഷിലുള്ള ടൈലാണ്. പിന്നെ ഇവിടെ സിറ്റിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം അത്യാവശ്യം നീളത്തിലുള്ളൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള രീതിയിലുള്ള സിറ്റ് ഔട്ട് തന്നെയാണ്. വളരെ കുഞ്ഞ് സിറ്റ് ഔട്ടൊന്നുമല്ല. നമ്മൾ കുറഞ്ഞ ബഡ്ജറ്റിലൊക്കെയാണ് വീട് ചെയ്യുന്നത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഒറിജിനൽ സ്റ്റോണിന് പകരം നമുക്ക് ഇതുപോലെ സ്റ്റോണിൻ്റെ ടൈപ്പിലുള്ള ടൈലുകളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. വാൾ ക്ലാഡിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ടൈലുകൾ യൂസ് ചെയ്താൽ ഒരുപാട് ചിലവ് കുറക്കാൻ പറ്റും. ഒറിജിനൽ സ്റ്റോണിനാവുമ്പോൾ നമുക്ക് ഒരുപാട് ക്യാഷ് ആവും. അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സിറ്റ് ഔട്ടിലെ വിശേഷങ്ങൾ. നമുക്കിനി അകത്തോട്ട് കടന്നു നോക്കാം. അപ്പോൾ നമ്മൾ ഡോറ് ഓപ്പൺ ചെയ്ത് കയറുന്നത് ഒരു വലിയ ഹാളിലോട്ടാണ്. ഈ ഹാളിനെ 2ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു പോർഷൻ ലിവിങ് ഏരിയ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതാണ് ഈ കാണുന്നത്. ഇവിടെ നല്ലൊരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഷോ പീസുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ അവിടെ മനോഹരമായിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വെച്ചിട്ടാണ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു വുഡൻ സെപ്പറേഷനാണ് കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയിലാണ് അത് ചെയ്തിട്ടുള്ളത്. അവിടെ സ്പോട്ട് ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് 2 വശത്തും സെൻറ്ററിലും സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെയാണെങ്കിലും അതിൻ്റെ ഇടയിലുള്ള സ്പേസിൽ നമുക്ക് ചെടിയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇവരിപ്പോൾ ഇവിടെ വെച്ചിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ആണ്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ലൈവ് പ്ലാന്റ്സും വെക്കാൻ പറ്റുന്നൊരു സ്പേസാണത്. പിന്നെ ആ അറ്റത്തായിട്ട് ഡൈനിങ് ടേബിളും ചെയറുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ആഷ് കളറിലുള്ള ടൈലാണ്, മാർബോണൈറ്റാണ് ഇവിടെ നിലത്ത് യൂസ് ചെയ്തിട്ടുള്ളത്.
ഫ്ലോറിങ്ങിന് വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട്. 6 സീറ്റിംഗ് വരുന്ന രീതിയിലാണ് ഡൈനിങ് ടേബിളും ചെയറുകളും ഈ ഒരു ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഡൈനിങ് ടേബിളിൻ്റെ ഈ ഒരു സൈഡിലായിട്ടാണ് വാഷ് ബേസിൻ കൊടുത്തിട്ടുള്ളത്, വാഷ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ക്യാബിനറ്റൊക്കെ വരുന്ന നല്ലൊരു വാഷ് ബേസിനാണ്. പിന്നെ അതാ ഈ ഒരു ഭാഗത്തായിട്ടൊരു ഷോ കേസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഷോ പീസുകളും മൊമെൻറ്റോസൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിൽ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഷോ കേസാണ്. ഡൈനിങ് ടേബിൾ പെബിൾസൊക്കെ ഇട്ടിട്ട് ഗ്ലാസിൻ്റെ ഉള്ളിൽ കളർ പെബിൾസൊക്കെ ഇട്ടിട്ട് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ടേബിളിൻ്റെ ആ ഒരു സൈഡിലായിട്ട് തന്നെ ആ ഒരു ചുമരിൽ ഇവർ നല്ല ഭംഗിയിലുള്ളൊരു ക്ലോക്കും കൂടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടുത്തെ ബെഡ്റൂം കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. 2 ബെഡ്റൂമാണ് കേട്ടോ താഴത്തുള്ളത്. അപ്പോൾ ഫ്ലോറിങ്ങൊക്കെ സെയിം ആ ഒരു ടൈല് കൊണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ മെറൂൺ നിറത്തിലുള്ള കർട്ടനാണ് ബെഡ്റൂമിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് ആണ്. ഒരു ബെഡ്റൂം മാത്രമാണ് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അടുത്ത ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് അല്ല. അപ്പോൾ ഇവിടെ ഡൈനിങ് ഹാളിൽ കോമൺ ആയിട്ട് ഇവരൊരു ബാത്റൂം കൊടുത്തിട്ടുണ്ട്, ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് അല്ലാത്തത് കാരണം തന്നെ. പിന്നെ ഇതാ ഇവിടെ അലമാര സെറ്റ് ചെയ്തിട്ടുള്ളത് അലുമിനിയം ഫാബ്രിക്കേഷൻ വർക്കിലാണ്. ബ്ലാക്ക് കളറാണ് കേട്ടോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു വീടിൻ്റെ കിച്ചൺ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഈ ക്യാബിനറ്റുകൾ ബ്ലാക്ക് കളർ അതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെയിം സംഭവം തന്നെയാണ് ബെഡ്റൂമിലെ ഈ ഒരു വാർഡ്രോബുകൾക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമാണത്. ചെറിയൊരു ബാത്റൂമാണ് കേട്ടോ, ഒരുപാട് അങ്ങനെ വലിയ ബാത്റൂമൊന്നുമല്ല, എന്നാലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അത്യാവശ്യം സ്പേസോട് കൂടിയിട്ടുള്ളൊരു ബാത്റൂമാണ്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് തന്നെയാണ് ഇവിടുത്തെ താഴത്തുള്ള അടുത്ത ബെഡ്റൂം വരുന്നത്. ഇവിടെ ഡോറ് കടന്ന് ചെല്ലുന്ന ആ ഒരു സൈഡിലായിട്ട് തന്നെ വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇവിടെ വാർഡ്രോബ് കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബിൽ മിററൊക്കെ കൊടുത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ കർട്ടൻ്റെ കളർ കോമ്പിനേഷൻ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു മെറൂൺ കോമ്പിനേഷനിലാണ് വരുന്നത്. നിലത്ത് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ട് സെയിം ആഷ് കളർ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു ബോക്സ് ടൈപ്പ് കട്ടിലാണ് ഈ ബെഡ്റൂമിൽ ഇവർ കൊടുത്തിട്ടുള്ളത്. മറ്റേ ബെഡ്റൂമിൽ നമ്മൾ കണ്ടത് വുഡൻ കട്ടിലായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു ബോക്സ് കട്ടിലിൻ്റെ 2 വശത്തും ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് എല്ലാം വെച്ചിട്ട് മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. ബെഡ്റൂമുകൾക്കെല്ലാം ഇവർ കൊടുത്തിട്ടുള്ള ഡോറുകൾ ഫെറോ മെംബ്രെയിൻ ഡോറാണ് കേട്ടോ. കിച്ചൺ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സെയിം ഡോർ തന്നെയാണ് ബെഡ്റൂമുകൾക്കും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാ ഇവിടെ സ്റ്റെയർ കേസിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുള്ളത്. ഇതും ചെറിയൊരു ബാത്റൂം തന്നെയാണ് കേട്ടോ, ഒരുപാട് സ്പേസുള്ള രീതിയിലൊന്നല്ല കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട് ചെറിയ സ്ക്വയർ ഫീറ്റിലൊക്കെ ചെയ്യുമ്പോൾ ബാത്റൂമുകളുടെ അളവൊക്കെ കുറച്ചാൽ നമുക്ക് ബാക്കിയുള്ള സ്ഥലത്ത് ആ ഒരു സ്പേസ് ലാഭിക്കാൻ പറ്റും. ഇനി നമുക്ക് മുകളിലോട്ടൊന്ന് പോയി നോക്കാം. ഈ ഒരു സ്റ്റെയർ കേസിൽ ഇവർ റെഡും ഗ്രീനും കോമ്പിനേഷനിൽ ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്റ്റെയർ കേസിൻ്റെ റെയിലിംഗ് ചെയ്തിട്ടുള്ളത് സ്റ്റീലിലാണ്. സ്ക്വയർ ടൈപ്പ് സ്റ്റീൽ കമ്പികൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ലാൻഡിങ്ങിലായിട്ട് നല്ലൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റെയർ കേസിൽ താഴത്തോട്ട് മുകളിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ ഇതാണ്. പിന്നെ ഇവിടെ മുകളിൽ ഒരു ഹാളാണ് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ. അവിടെ കൂടുതൽ ഫർണിച്ചറൊന്നും ഇടാതെ അങ്ങനെ പ്ലെയിനായിട്ട് ഇട്ടിരിക്കുകയാണ്. താഴത്തെ പോലെ തന്നെ സെയിം ആഷ് കളർ ഒരു മാർബോണൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഫ്ലോർ ചെയ്തിട്ടുള്ളത്. നന്നായിട്ട് വെളിച്ചമുണ്ട് കേട്ടോ മുകളിലും താഴത്തും എല്ലാം ഉണ്ട്. ഇവർ നന്നായിട്ട് കാറ്റും വെളിച്ചമൊക്കെ കിട്ടുന്ന രീതിയിൽ തന്നെയാണ് ഒരു വീട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഹാളിൽ ഈ ഒരു ഭാഗത്തായിട്ടൊരു ബാത്റൂം, ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. ഇവിടുത്തെ ബെഡ്റൂമിന് ഇവർ അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഹാളിൽ ഒരു കോമൺ ബാത്റൂം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാളിൽ ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് പുറത്തോട്ടുള്ള ഓപ്പൺ ടെറസിലോട്ടുള്ള ഒരു ഡോറാണ് കേട്ടോ ഈ ഒരു കാണുന്നത്. ഇവിടെ മുകളിൽ ഒരു ബെഡ്റൂം മാത്രമാണുള്ളത്. ഈ ഒരു ഹോളും ഒരു ബെഡ്റൂമാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ബെഡ്റൂം. ഇവിടെയും ഇവർ വാർഡ്രോബ് എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. വാർഡ്രോബിൽ നല്ലൊരു മിററൊക്കെ കൊടുത്തിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്തിട്ടുണ്ട്.
നന്നായിട്ട് കാറ്റും വെളിച്ചം കിട്ടുന്ന രീതിയിൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ബെഡ്റൂമിൻ്റെ വിൻഡോസൊക്കെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിലോട്ട് വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു റൂമിലെ വാർഡ്രോബ്. ബ്ലാക്കും ഗ്രേയും കളർ മിക്സ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരു വുഡൻ കട്ടിലാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. താഴത്തെ ഒരു ബെഡ്റൂമിൽ നമ്മൾ കണ്ട സെയിം കട്ടിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു മുകളിലെ വിശേഷങ്ങൾ. അപ്പോൾ ഇവിടെ ഹാളിൽ ഒരു ബാത്റൂം കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ, കോമൺ ബാത്റൂം. ആ ഒരു ബാത്റൂമാണിത്. ഈ ഒരു ബാത്റൂമിൻ്റെ കളർ കോമ്പിനേഷൻ വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത്. താഴത്ത് നമ്മളൊരു യെല്ലോ വൈറ്റ് കളർ കോമ്പിനേഷനാണ് കണ്ടത്. ഇവിടെ നേരെ ഓപ്പോസിറ്റ് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ മുകളിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് താഴത്തോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ നമ്മൾ മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞു. ഇനി കാണാനുള്ളത് കിച്ചൺ വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് മുന്നത്തെ വീഡിയോ ആയിട്ട് കിച്ചൺ വീഡിയോ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും വിശദമായി കാണിച്ചുകൊണ്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. കിച്ചൺ വീഡിയോ കാണാതെ ഈ ഒരു വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ. അപ്പോൾ കിച്ചൺ ഡീറ്റെയിൽഡ് ആയിട്ട് കാണേണ്ടവരുണ്ട് എന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ വീഡിയോ എടുത്ത് കണ്ടു നോക്കുക. ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഞാൻ വെക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതെടുത്ത് കണ്ടു നോക്കാം കേട്ടോ. അപ്പോൾ കിച്ചണിലോട്ട് പോകുന്ന ആ ഒരു പാസേജിലാണ് ഈ ഒരു ബാത്റൂം ഉള്ളത്. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, താഴത്തെ കോമൺ ബാത്റൂമാണ് കേട്ടോ അത്. ആ സ്റ്റെയർ കേസിൻ്റെ അവിടെ ഉള്ള. അതുപോലെ തന്നെ ഒരു സ്റ്റെയർ കേസിൻ്റെ അടിഭാഗത്ത് ഇതാ ഇങ്ങനെ സ്റ്റോറേജ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ബ്ലാക്ക് കളർ തന്നെയാണ് ഇവിടെയും സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ കിച്ചൺ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണേണ്ടവർ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു വീഡിയോ എടുത്ത് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഈ ഒരു വീടിൻ്റെ വിശേഷങ്ങൾ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇതുപോലത്തെ നല്ല ഹോം ടൂർ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ റിലേറ്റീവ്സിനോ അതല്ലെങ്കിൽ ഫ്രണ്ട്സിനോ ഒക്കെ വീട് പണി നടക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവരോടും ബൈ. താങ്ക് യു.